ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് വളരെ രുചികരമായിട്ടുള്ള നല്ലൊരു നീർച്ചട്ടിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ബാംഗ്ലൂരിൽ വളരെ ഫേമസ് ആയിട്ടുള്ള നല്ലൊരു ചട്നിയാണിത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ്റെ ഓൾ മറക്കാതെ കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. എന്നാൽ ശരി, ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് വേഗം ഒന്ന് കണ്ടു നോക്കാം. നമ്മുടെ ഈ നീർച്ചട്നി തയ്യാറാക്കി എടുക്കാനായിട്ട് ഞാനിപ്പോൾ ഒരു പാൻ ഒന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ മാത്രം കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് നിലക്കടലയാണ്. കപ്പലണ്ടി 1/2 കപ്പ് അളവിലാണ് കേട്ടോ ഞാനിപ്പോൾ നിലക്കടല എടുത്തിട്ടുള്ളത്. പച്ചയാണെങ്കിൽ എടുക്കാം, അതല്ല വറുത്തതാണെങ്കിൽ എടുക്കാവുന്നതാണ്. ഇത് രണ്ടും ആണെങ്കിൽ നമ്മൾ ഇതുപോലെ ഒന്ന് വറുത്തെടുക്കേണ്ടതായിട്ടുണ്ട്. ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് പച്ച നിലക്കടലയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ പേരിൽ നന്നായിട്ട് തന്നെ നമുക്ക് ഒരല്പസമയം ഒന്ന് വറുത്ത് കൊടുക്കണം, നല്ല രീതിക്ക് തന്നെ ഒന്ന് വറുത്ത് കിട്ടാനായിട്ട്. നല്ല രീതിക്ക് തന്നെ ഇതൊന്ന് പച്ച ടേസ്റ്റൊക്കെ ഒന്ന് മാറി കിട്ടാനായിട്ട് ഏകദേശം ഒരു 3 മിനിറ്റോളം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കാം. നമ്മുടെ ഈ കപ്പലണ്ടിയുടെ പുറം ഭാഗമൊക്കെ നന്നായിട്ടൊന്ന് കളർ മാറി വരട്ടെ. വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ, പെട്ടെന്ന് തന്നെ ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി കിട്ടിക്കോളും. ഒരല്പസമയം ഒന്ന് വറുത്ത് കൊടുത്തപ്പോഴത്തേക്ക് നമ്മുടെ നിലക്കടലയുടെ ആ ഒരു കളറൊക്കെ ലൈറ്റായിട്ടൊന്ന് മാറി തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജിൽ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു 1/4 കപ്പ് അളവിൽ പൊട്ടുകടലയും കൂടിയാണ്. റോസ്റ്റഡ് ദാൽ നമ്മൾ സാധാരണ വെറുതെ കഴിക്കില്ലേ, ആ പൊട്ടുകടലയാണ് കേട്ടോ ഇത്. 1/4 കപ്പ് അളവിൽ മാത്രം മതിയാവും. പൊട്ടുകടലയും ചേർത്തിട്ട് നല്ല രീതിക്ക് തന്നെ വീണ്ടും ഒന്ന് വഴറ്റി കൊടുക്കാം. പൊട്ടുകടലയുടെ കളറൊന്നും മാറണം എന്നുള്ള ആവശ്യമില്ല, നന്നായിട്ടൊന്ന് ചൂടായി കിട്ടിയാൽ മാത്രം മതിയാവും. ഈ ഒരു രീതിക്ക് വളരെ കുറച്ച് സമയം മാത്രം ഒന്ന് വറുത്ത് കൊടുത്ത് നമ്മുടെ ഈ പൊട്ടുകടലേക്ക് ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ പിന്നെ വേണ്ടത് ചെറിയൊരു പീസ് അളവിൽ ഇഞ്ചി എടുത്തിട്ടുണ്ട്. ആ ഇഞ്ചി ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് അതുകൂടി ഇതിലേക്ക് ചേർക്കാം. കൂടെ വേണ്ടത് ഒരല്പം പുളിയും കൂടിയാണ്. വളരെ കുറച്ച് മാത്രം പുളി ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇനി നമുക്ക് വേണ്ടത് പുതിനയിലയാണ് കേട്ടോ. ഒരു 3-4 ഇലകൾ ഇതുപോലെ ഒന്ന് നമ്മൾ ഈ പുതിനയില ചേർക്കുമ്പോഴത്തേക്കും വല്ലാത്തൊരു ഫ്ലേവറാണ് നമ്മുടെ ഈ ചട്നി കിട്ടുന്നത്. ഇത് ഇത്രയും ചേർത്തിട്ട് നല്ല രീതിക്ക് ഒന്നും കൂടി ഒന്ന് വഴറ്റി കൊടുക്കാം. നമ്മുടെ ഈ പുതിനയിലയും ഇഞ്ചിയൊക്കെ ഒന്ന് ചൂടായി കിട്ടിയാൽ മാത്രം മതിയാവും. അപ്പോൾ ഇതുപോലെ ലാസ്റ്റിൽ വേണം കേട്ടോ പുതിനയില ഇഞ്ചിയൊക്കെ ചേർക്കാനായിട്ട്. ഫസ്റ്റിലെ പുതിനയിലൊന്നും ചേർക്കരുത്, എങ്കിൽ പിന്നെ നമ്മൾ ഈ വറുത്തെടുക്കുന്ന ഈ സമയം കൊണ്ട് പുതിനയിലെല്ലാം കരിഞ്ഞു പോവും. അതിൻ്റെ പേര് ലാസ്റ്റിൽ മാത്രം ചേർത്ത് കൊടുക്കാം, ആ ഫ്ലേവർ നഷ്ടപ്പെടും. ലാസ്റ്റിൽ മാത്രം ഒന്ന് ചേർത്തിട്ട് ലൈറ്റായിട്ട് ഇതുപോലെ ഒന്ന് ചൂടാക്കിയെടുക്കാം. ഇനി നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ, ഇതിപ്പോൾ അത്യാവശ്യം നല്ല ചൂടല്ലേ, ഈ ചൂടൊക്കെ ഒന്ന് മാറട്ടെ. ചൂട് മാറിയിട്ട് നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് മാറ്റാവുന്നതാണ്. ചെറിയ രീതിയിൽ ഇതൊന്ന് തണുത്ത് കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ ഇത് മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ആയാൽ പിന്നെ നമുക്കിതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കേണ്ട അടുത്ത കാര്യമാണ് ഒരല്പം മാത്രം ചെറുതായിട്ട് അരിഞ്ഞെടുത്ത തേങ്ങാ കഷ്ണങ്ങളും കൂടി. അപ്പോൾ ഇതൊക്കെ ഒരു 1/4 കപ്പ് അളവിൽ മാത്രമേ ഉള്ളൂ, വളരെ കുറച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇതുപോലെ ഒന്ന് അരിഞ്ഞ് ചേർത്തിരിക്കുകയാണ്. അപ്പോൾ നമ്മളിത് ചൂടാക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഫ്രഷ് ആയിട്ട് വേണം തേങ്ങയിലേക്ക് ചേർക്കാനായിട്ട്. കൂടെ വളരെ കുറച്ച് മാത്രം വെള്ളം ഈ ഒരു സമയം ചേർത്ത് കൊടുക്കാം. അതുപോലെ നമ്മുടെ ഈ ചട്നിക്കും ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർക്കുകയാണ്. ഇത്രയും ചേർത്തിട്ട് നല്ല സ്മൂത്തായിട്ട് തന്നെ നമുക്കൊന്ന് അരച്ചെടുക്കാവുന്നതാണ്. ഈ ഒരു രീതിക്ക് നല്ല സ്മൂത്തായിട്ട് ഞാനിതൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. കുറച്ച് വെള്ളം മാത്രം ചേർത്ത് നന്നായിട്ട് ഇതുപോലെ ഒന്ന് അരച്ചെടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് കുറച്ച് മല്ലിയിലയും കൂടിയാണ്. അപ്പോൾ നമ്മുടെ ഈ ചട്നിയുടെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് മല്ലിയിലയാണ്. മല്ലിയില നമ്മുടെ ഈ ചട്നി കഴിക്കുന്ന സമയത്ത് കുറച്ച് മല്ലിയുടെ ആ ഒരു ചെറിയ ചെറിയ പീസുകൾ ഇങ്ങനെ അധികം ഉണ്ടാകും കേട്ടോ. അപ്പോൾ അതിൻ്റെ പേരിലാണ് അത് നമ്മൾ ഇതിൻ്റെ കൂടെ തന്നെ ആദ്യമേ ചേർത്ത് അരച്ചെടുക്കാതിരുന്നത്. അപ്പോൾ ഇനി നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ ഇതിലേക്ക് ഒരു അല്പം കൂടി വെള്ളം കൂടി ചേർത്തിട്ട് ചെറിയ രീതിയിൽ മാത്രം ഒന്ന് അരച്ചെടുക്കാം. അതായത് നമ്മുടെ മല്ലിയില നല്ല സ്മൂത്തായിട്ട് അരഞ്ഞു പോകരുത്, ചെറിയ ചെറിയ പീസുകൾ അങ്ങനെ ഉണ്ടാകണം. ഇപ്പോൾ നമ്മൾ കുറഞ്ഞ അളവിലാണ് നമ്മുടെ ഈ ചട്നി തയ്യാറാക്കുന്നതെങ്കിൽ കുറഞ്ഞ അളവിൽ തന്നെ മല്ലിയിലയും ബാക്കി കാര്യങ്ങളും ചേരുവകളൊക്കെ ചേർക്കാവുന്നതാണ്. കൂടെ തന്നെ നമ്മുടെ എരിവിനനുസരിച്ചിട്ട് ഒരു 3-4 പച്ചമുളകും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ല സ്മൂത്തായിട്ട് തന്നെ ഇത് നമുക്കൊന്ന് അരച്ചെടുക്കാവുന്നതാണ്. മല്ലിയില ഒരുപാട് അരഞ്ഞു പോകരുത്. ഇതുപോലെ നമ്മളിങ്ങനെ എടുക്കുന്ന സമയത്ത് കുറച്ച് മല്ലിയുടെ ആ ഒരു പീസ് ഇങ്ങനെ ഇതുപോലെ ഉണ്ടാകണം, പൊടിയായിട്ട് ഉണ്ടാകണം. ഇതുപോലെ ഒന്ന് അരച്ചെടുത്ത് കഴിഞ്ഞാൽ ഇനി നമുക്ക് ഇതൊരു ബൗളിലേക്ക് ഒന്ന് ചേർക്കാവുന്നതാണ്. കൂടെ നമ്മുടെ ഈ ചട്നിക്കും ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ഒരു സമയം ചേർത്ത് കൊടുക്കാവുന്നതാണ്. നല്ല ചൂട് വെള്ളം വേണം കേട്ടോ ചട്നിയിലേക്ക് ചേർക്കാനായിട്ട്. അത്യാവശ്യം നല്ല കട്ടിക്കായിരിക്കും ഉണ്ടാവുന്നത്, അതിൻ്റെ പേരിൽ ആവശ്യം പോലെ നമുക്കിതിലേക്ക് വെള്ളം ചേർക്കാവുന്നതാണ്. അതാണ് ഞാൻ പ്രത്യേകം എടുത്തു പറഞ്ഞത്. അതായത് നമ്മളിപ്പോൾ കുറഞ്ഞ അളവിലാണ് ഇതൊക്കെ എടുക്കുന്നതെങ്കിൽ നമുക്ക് കുറഞ്ഞ അളവിൽ തന്നെ ചട്നി തയ്യാറാക്കാവുന്നതാണ്. ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിക്ക് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ ഈ നീർ ചട്നിക്ക് ഇത്രയും തിക്നെസ്സാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ ഇതിൽ നിന്ന് കുറച്ചും കൂടി കൂടുതൽ തിക്നെസ് വേണമെന്നുണ്ടെങ്കിൽ, കട്ടിയായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി കുറഞ്ഞ അളവിൽ വെള്ളം ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇതിൽ നിന്നും കുറച്ചും കൂടി ലൂസായിട്ടാണ് സാധാരണ നീർ ചട്നി ഉണ്ടാവാറ്. അപ്പോൾ ഞാനിപ്പോൾ ഇത്രയും കട്ടിക്കാണ് തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് താളിച്ചും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കണം, അപ്പോഴാണ് ഇത് കറക്റ്റ് ആകുന്നത്. കുറച്ച് വെളിച്ചെണ്ണയിലേക്ക് കടുകും കറിവേപ്പിലയും വറ്റൽമുളകും കൂടി താളിച്ചു കൂടി ചേർക്കാവുന്നതാണ്.
ഇനി ഇതെല്ലാം കൂടി നല്ല രീതിക്ക് ഒന്ന് യോജിപ്പിച്ച് കൊടുക്കണം. എന്നിട്ട് നമുക്ക് ചൂടോട് കൂടിയിട്ടോ ചെറുതായിട്ടൊന്ന് തണുത്തിട്ടോ എങ്ങനെ വേണമെങ്കിലും സെർവ് ചെയ്യാവുന്നതാണ്. ഇഡ്ഡലിയുടെ കൂടെയോ ദോശയുടെ കൂടെയോ നമുക്ക് ഇഷ്ടമുള്ള എന്തിൻ്റെ കൂടെ വേണമെന്നുണ്ടെങ്കിലും സൈഡായിട്ട് നമുക്കിത് എടുക്കാവുന്നതാണ്. ഉറപ്പായിട്ടും ഇതുപോലൊരു ചട്നി നിങ്ങളും തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്കൊന്ന് മറക്കാതെ അറിയിച്ചേക്കണം. കാരണം നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴായിരിക്കും അത് മറ്റുള്ളവർക്കും തയ്യാറാക്കി നോക്കണം എന്നുള്ളൊരു പ്രചോദനം ഉണ്ടാകുന്നത്. എത്ര എളുപ്പത്തിലും രുചികരമായിട്ടാണല്ലേ നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഇതൊന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുത്തേക്കണം. ഇതുപോലുള്ള റെസിപ്പിക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഷാമീസ് കിച്ചൻ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറക്കരുത്. വീണ്ടും നല്ലൊരു ഷാർ വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്. ടാറ്റാ.